ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മറ്റൊരു കിഡിലൻ വീടിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. 7 സെന്റ് പ്ലോട്ടിൽ 2600 സ്ക്വയർ ഫീറ്റിൽ റിയാബ് ആലിയ ദമ്പതിമാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. പുതുതായി വീട് വെക്കുന്നവർക്കൊക്കെ ഒരുപാട് ഐഡിയാസ് ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് വാൾ നോക്കാം. കോമ്പൗണ്ട് വാള് വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, വീടിനോട് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡിങ് ഗേറ്റിലായിട്ട് തന്നെ 2 സൈഡിൽ സിംഗിൾ ഡോർ നൽകിയിട്ടുണ്ട്. HPL ഷീറ്റിലും GI-ലും ആണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ വീടിന്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല ഭംഗിയിലാണ് കേട്ടോ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഹാൻഡ് റെയിലാണ്, GI-ലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്ലാഡിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. നല്ല ബാൽക്കണിയുടെ ഭാഗത്ത് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുള്ളതാണ് പർഗോള ചെയ്തിട്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു രീതിയിലാണ് മുറ്റം വരുന്നത്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചിട്ടുണ്ട്. സൈഡിലേക്കായിട്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളും ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ വണ്ടി കയറ്റാവുന്ന രീതിയിലാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡ് വ്യൂ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് റോഡിൽ നിന്ന് കാണുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഷോവാൾ വരുന്നുണ്ട്. ഇവിടെ വീടിൻ്റെ തറയുടെ ഭാഗത്തും ടൈല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചളി തെറിക്കുന്നതിനും മറ്റൊക്കെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ലപ്പോത്ര ബ്ലൂ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. 2 ക്യൂട്ടായിട്ടുള്ള ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള കട്നി മാർബിൾ ആണ്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിലാണെങ്കിലും പോർച്ചിൻ്റെ സൈഡിലേക്കായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് ടീക്ക് വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. സ്റ്റീലിൻ്റെ 2 ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് ലിവിങ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു ഫോയർ കൊടുത്തിട്ട് ബെഡ്റൂമും കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഡോറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു GI-യുടെ ഡോറ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ ഡോറിനും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ലിവിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ബാത്റൂമിന് നൽകിയിട്ടുള്ളത് FRP ഡോറാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂമാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ടൈല് ചെയ്തിട്ടുള്ളത്. 4x2 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ബെഡ്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത്, അതായത് ഡോറ് തുറന്ന് എത്തുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് മിറർ നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹെഡ് ബോർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ വിൻഡോസിന് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സീലിംഗ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ടും ഒരു TV യൂണിറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഷെൽഫ് വന്നിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഡിസൈൻ നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഏരിയ തന്നെയാണിത്.
ഇനി ലിവിങ്ങിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നമുക്ക് നല്ലൊരു ഫീല് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വാളിലായിട്ട് ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഇത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാട്ടർഫോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം ആദ്യം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ മുകളിൽ സീലിങ്ങും ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെ ആർട്ടിഫിഷ്യൽ മാറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയും നല്ല ക്യൂട്ടായിട്ടുള്ള ടീ ടേബിളും 2 ചെയറും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഗ്ലോസി ടൈപ്പ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ്. താഴെ ഷെൽഫ് വന്നിട്ടുണ്ട്. ഒരു മാർബിൾ ഡിസൈനിൽ വരുന്ന മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്കിലായിട്ട് പാനൽ പോലെ ചെയ്തിട്ടുള്ളതാണ്. സൈഡിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫാണ്. അതിൽ പ്രൊഫൈൽ ലൈറ്റും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ കടന്നു കഴിഞ്ഞാലാണ് ഡൈനിങ്ങും ബെഡ്റൂമും കിച്ചണൊക്കെ വരുന്നത്. പിന്നെ അതാ സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ക്ലോക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിടക്കുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ്ങും കിച്ചണും വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫോയർ കൊടുത്തിട്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അയൺ ടേബിളാണ്. കൂടാതെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് സ്വിച്ച് ബോർഡാണ് കേട്ടോ. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഡോർ ഒരു ഗ്ലാസ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു വാളിലായിട്ട് കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു ഫ്രെയിം നൽകിയിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചം അടിക്കുന്ന രീതിയിൽ നല്ലൊരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്ലാനിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓണറായിട്ടുള്ള റിയാബ് തന്നെയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എൻജിനീയറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. റൂമിൽ സീബ്ര ബ്ലൈൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാളിലൊക്കെ കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലിൻസ് ആണ്. ഇവിടെ ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈല് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡൈനിങ്ങും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സോഫയ്ക്ക് മാച്ച് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ചെയർ തന്നെ, കുഷ്യൻ ചെയറാണ് നൽകിയിട്ടുള്ളത്. 8 സീറ്റാണ് വരുന്നത്. ടേബിൾ ടോപ്പിൽ മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ വിൻഡോസിന് 2 സൈഡിലായിട്ട് പർഗോള ചെയ്ത് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അതായത് സ്റ്റെയറിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ.
താഴെ ഷെൽഫ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇതും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു CCTV കണക്ഷൻ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ കാണുന്നത് കിച്ചണിലേക്ക് വരുന്നൊരു കൗണ്ടറാണ്. മൾട്ടിവുഡിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ദാ ഈ കാണുന്ന ഡോറ് ഒരു പാഷ്യോയിലേക്കുള്ളതാണ് കേട്ടോ. ഇവിടെയും മുകളിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ വാഷ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് മെഷീനും ഷൂ റാക്കൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രിൽസ് നൽകിയിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് സ്റ്റോർ വാള് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്കായിട്ട് തട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇതിന് ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ കാണുന്നത് ഓണിയൻ ബാസ്ക്കറ്റ് ആണ്. ഓപ്പൺ ആയിട്ട് എയർ സർക്കുലേഷൻ ഒക്കെ നടക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ്. അതിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റിലാണ്. ഈ ഒരു ഭാഗത്ത് ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇവിടെ കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പ്ലേറ്റ് ട്രേ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൗണ്ടർ വരുന്നത്. ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ ദാ അപ്പർ ക്യാബിനറ്റിനകത്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് മിക്സിക്കും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കുള്ള പോയിന്റ് നൽകിയിട്ടുള്ളത്. പിന്നെ ദാ ഈ കാണുന്നത് ഒരു പ്ലേറ്റ് ട്രേ ആണ്. ഐക്കൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഒരു സെൻറ്റർ ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വിൻഡോ നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് 3 ബർണർ ഹോബാണ് വരുന്നത്. ഹോബിന് താഴെയായിട്ട് കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുകയും വേണേ. പിന്നെ ഇവിടെ ചിമ്മിണിക്ക് പകരം എക്സോസ് ഫാൻ ആണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ഓയിൽ പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റവിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ പുള്ളൗട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഭാഗത്താണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഗ്ലാസ് ഡോറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചണിൽ തന്നെ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ
സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഹോളോ ട്യൂബിലാണ്. ഒരു ഭാഗത്തും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഡൈനിങ്ങിലേക്കുള്ള വ്യൂ ആണ്. ഈ ഒരു ഭാഗത്ത് വുഡൻ പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലാൻഡിങ്ങിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വ്യൂ ആണിത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് വാളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ മൾട്ടിവുഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും സീലിംഗ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലും 2 ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. ഹാളിലായിട്ട് വരുന്ന സീലിംഗ് ആണ്. നേരെ നമ്മൾ വരുമ്പം ഫസ്റ്റ് ഡോർ നമുക്ക് കിട്ടുന്നത് ബാൽക്കണിയുടേതാണ്. ഈ ഒരു ഭാഗത്ത് വാളിലൊക്കെ ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ മാർമോണൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്കായിട്ട് ഓപ്പൺ ടെറസ് വരുന്നു. അവിടെ ജിയയുടെ ഹാൻഡ് റെയിൽ നമ്മൾ താഴെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു ഫോയർ വരുന്നു. അതിൽ നിന്നാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ്. സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ചെറിയ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്കാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ടെറസും വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഫോയർ കൊടുത്തിട്ടാണ് ബാത്റൂം നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ വേർതിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ആണ്. വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാത്ത് ഏരിയയിൽ ഷവർ കൊടുത്തിട്ടുള്ളതൊന്ന് നോക്കിയാൽ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ദേഹത്തേക്ക് നല്ല ഫാസ്റ്റായിട്ട് വെള്ളം വീഴുന്നതിന് യൂസ്ഫുൾ ആണ്. സിമ്പിളായിട്ടുള്ള കോട്ടാണ്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. മുകളിൽ ഭംഗിയുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇവരുടെ ഫാമിലി ഫോട്ടോസ് ആണ് കേട്ടോ. ഈ ഒരു കളറിനോട് മാച്ചായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ബേ വിൻഡോ നൽകുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.